ജനുവരി 25, 2020 ദേശീയ സമ്മതിദാന ദിനം, നാഷണൽ വോട്ടേഴ്സ് ഡേ. അന്ന് 18 വയസ്സ് തികഞ്ഞ പുതിയ വോട്ടർമാരോട് ഞാൻ നടത്തിയ പ്രസംഗമാണ് ഈ വീഡിയോ. ഈ വരുന്ന 8-ാം തീയതി കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഈ അവസരത്തിൽ നിങ്ങൾ കേൾക്കണമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് ആ പ്രസംഗത്തിലേക്ക് കടക്കാം. ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കളക്ടർ എം അർച്ചന മാം IAS മാം ഉടനെ തന്നെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഹരികുമാർ സർ, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർ ബോബി സർ, അൻവർ സർ, ബഹുമാനപ്പെട്ട ഓഫീസേഴ്സ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശക്തരായ യുവ വോട്ടർമാരെ, we were all excited when India got independence. I felt unlimited happiness and pride when I came out of the polling booth after casting my vote. ശ്യാം സരൺ നെഗിയുടെ വാക്കുകൾ. ഹിമാചൽ പ്രദേശിലെ കിന്നാറിലുള്ള കാൽപ പോളിംഗ് ബൂത്ത് ഒരു VIP വോട്ടറിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അത് 102 വയസ്സ് പ്രായമുള്ള ശ്യാം സരൺ നെഗിക്ക് വേണ്ടിയായിരുന്നു. 1951 ഒക്ടോബർ 25-ന് നെഗി രേഖപ്പെടുത്തിയ ആ വോട്ടാണ് സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ വോട്ട്. പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പോലും അദ്ദേഹം പാഴാക്കിയിട്ടില്ല. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും സ്വതന്ത്ര ഭാരതത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ ജനാധിപത്യത്തിന്റെ ആ ഒഫീഷ്യൽ അപ്പൂപ്പൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ശ്യാം സരൺ നെഗി വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് തന്റെ അവകാശം ഉയർത്തിപ്പിടിച്ചു. അദ്ദേഹം ഭാരതത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്: Don't abstain from casting your vote because this is our duty towards the nation. 18ന്റെ പൂർണ്ണതയിലായിരിക്കുന്ന ചൂണ്ടുവിരലിൽ വശയടയാളം പതിയുന്നതിന്റെ ആവേശത്തിലായിരിക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്: This is our duty towards India. പരമാധികാര സ്ഥിരസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ഭാരതം. ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന കൊളോണിയൽ ആധിപത്യത്തിന് ശേഷം 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിനൊടുവിൽ മിക്ക ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളും കൊളോണിയൽ അധികാരികളിൽ നിന്ന് മോചിതരായി. 200 വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം ഭാരതവും 1947 ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം നേടി. ഭാരതം ഉൾപ്പെടെ സ്വാതന്ത്ര്യം നേടിയ മിക്ക രാഷ്ട്രങ്ങളും അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ഒരു ഭയം എന്നത് ഒരു ജനാധിപത്യ സമ്പ്രദായം മുൻപോട്ട് വെച്ചാൽ ജനങ്ങൾക്ക് അധികാരം നൽകിയാൽ അത് സ്വാതന്ത്ര്യത്തെ ബാധിക്കില്ലേ എന്നാണ്. ഐക്യത്തെ, രാജ്യത്തിന്റെ ഭദ്രതയെ ബാധിക്കില്ലേ എന്നാണ്. കാരണം നമ്മുടെ രാജ്യം നേടിയെടുത്ത സ്വാതന്ത്ര്യം അത് വെറും ഒരു അധികാര കൈമാറ്റമായിരുന്നില്ല, മറിച്ച് രാജ്യത്തിന്റെ മുൻപുറക്കാലം സ്വാതന്ത്ര്യ സമര സേനാനികളിൽ കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു. ആ ത്രിവർണ്ണ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം ലക്ഷക്കണക്കിന് മനുഷ്യർ ചിന്തിയ രക്തം അത് വിഘടനവാദത്തിനോ പ്രാദേശികവാദത്തിനോ അടിയറവ് വെച്ച് ഭാരതത്തെ ചിതറാനുള്ളതല്ല എന്ന ബോധ്യത്തിൽ നിന്ന് ഉയർന്നു വന്ന ഭീതിയാണ് ഭാരതം ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ അന്ന് അഭിമുഖീകരിച്ചത്. അതുകൊണ്ട് തന്നെ മിക്ക രാഷ്ട്രങ്ങളും ഒരു ഏകാധിപത്യ ഭരണരീതിയാണ് സ്വീകരിച്ചത് സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി. എന്നാൽ അവിടെയാണ് ഭാരതത്തിന്റെ ചാരുത ഉയർന്നു നിൽക്കുന്നത്. ഔദ്യോഗിക ഭാഷകൾ 22 സെൻസസ് പ്രകാരം ഭാരതത്തിലെ മാതൃഭാഷകളുടെ എണ്ണം 1652. ഹിന്ദുയിസം, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ജൈനിസം, ബുദ്ധിസം, ജെറോസ്ട്രിയനിസം, ബഹായ്, അങ്ങനെ നീളുന്നു ഇന്ത്യയുടെ മതങ്ങൾ. 5000 ഉപജാതികൾ. ലോക ഭൂപടത്തിന്റെ 2.41% ഭൂവിസ്തൃതിയിൽ കഴിയുന്നത് ലോക ജനതയുടെ 18% ജനസംഖ്യയാണ്. ഇത്രത്തോളം വൈവിധ്യം ഉണ്ടായിരുന്നിട്ടും ഭാരതം സ്വീകരിച്ചത് ജനാധിപത്യത്തിന്റെ പാതയാണ്, ജനങ്ങളുടെ ആധിപത്യമാണ്. ജനസംഖ്യയിൽ 80% ഹിന്ദുക്കളായിരുന്നിട്ടും നമ്മളൊരു ഹിന്ദു രാഷ്ട്രമായില്ല. കാരണം ഇന്ത്യ എല്ലാവരുടേതുമാണ്. അവിടെയാണ് നമ്മുടെ ജനാധിപത്യം ജന്മമെടുത്തത്. സ്വാതന്ത്ര്യത്തിന് മുൻപ് വസ്തുവകകളുടെ അവകാശം, മുനിസിപ്പൽ ടാക്സ്, ഇൻകം ടാക്സ്, ഭൂമിയുടെ കൈവശം മുതലായ മേഖലകളെ പരിഗണിച്ച് വളരെ ചുരുങ്ങിയ എണ്ണത്തിൽ മാത്രം ആളുകൾക്ക് ലഭിച്ചിരുന്ന വോട്ടവകാശം സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 326 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിന്റെ സെക്ഷൻ 62 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ലഭിക്കുന്ന അവകാശമായി മാറി. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിലൂടെ ജനങ്ങളുടെ സുരക്ഷയും ആത്മബോധവും ക്ഷേമവും
ഉറപ്പാക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് സമ്മതിദാനാവകാശം. നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന അവകാശം, ഓരോ പൗരന്റെയും കൈവശമുള്ള ഈ അവകാശം അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയോളം വിലപ്പെട്ടതാണ്. 72 വർഷങ്ങൾക്ക് മുൻപ് സ്വാതന്ത്ര്യത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു ചെയ്ത പ്രസംഗം പ്രധാനമായും 3 കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ളതായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അദ്ദേഹം നൽകിയത് ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിനാണ്. അത് നമുക്ക് നേടുവാൻ സാധിച്ചോ എന്ന ചോദ്യത്തിന് ലളിതമായ ഉത്തരം ലഭിച്ചു എന്ന് വരില്ല. എങ്കിലും ഒരു രാജ്യം എന്ന നിലയിൽ സ്വതന്ത്ര ഭാരതത്തിന് ജനാധിപത്യത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഒട്ടേറെ മേഖലകളിൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിച്ചു എന്നത് 133 കോടി ജനങ്ങൾക്ക് ചരിതാർത്ഥ്യമേകേണ്ടതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യമായ അമേരിക്കയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അമേരിക്കൻ ജനാധിപത്യം 90% നിയമവും 10% രാഷ്ട്രീയവുമാണ്. എന്നാൽ ഇന്ത്യൻ ജനാധിപത്യം 90% രാഷ്ട്രീയവും 10% നിയമവുമാണ്. ഇത് തന്നെയാണ് നമ്മുടെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ജനാധിപത്യം എന്ന ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ, നിയമം, ജനങ്ങളുടെ അഭിപ്രായം. ഇതിന് രണ്ടും ഒരേ പ്രാധാന്യം ലഭിക്കണം എന്നിരിക്കെ ഭാരതത്തിൽ നടക്കുന്നത് അങ്ങനെയല്ല. കാരണം ഇന്ത്യയുടെ ജനസംഖ്യയിൽ 287 ദശലക്ഷം ജനങ്ങളും നിരക്ഷരരാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിരക്ഷരരുള്ള രാജ്യം, അഡൽട്ട് ഇല്ലിറ്ററേറ്റ്സ് ഉള്ള രാജ്യം ഭാരതം. അതുകൊണ്ട് തന്നെ കൃത്യമായ വ്യക്തമായ ബോധ്യത്തോടുകൂടി രാഷ്ട്രീയ പാർട്ടികളെയും കക്ഷികളെയും വ്യക്തമായി അവലോകനം ചെയ്തുകൊണ്ട് കൃത്യതയോടെ വ്യക്തതയോടെ നമ്മുടെ ജനസംഖ്യയിൽ എത്ര ശതമാനത്തോളം ആൾക്കാർ ജനാധിപത്യത്തിന്റെ പരമാധികാര അവകാശമായ വോട്ട് രേഖപ്പെടുത്തുന്നു എന്നത് പ്രസക്തമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അവിടെയാണ് നമ്മുടെ പ്രാധാന്യം. കാരണം ഭാരതത്തിന്റെ ജനസംഖ്യയിൽ 50%-ലധികവും 25 വയസ്സിൽ താഴെയുള്ള നമ്മളാണ്, യുവജനങ്ങളാണ്. 50%-ലധികം. അതുകൊണ്ട് തന്നെ വ്യക്തമാണ്, നമ്മുടെ വോട്ടാണ് ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കാൻ പോകുന്നത്. നമ്മളാണ് ഭാരതത്തിന്റെ ഭാവി രചിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പ്രാധാന്യമാണ് കേരളത്തിന്റെ കാര്യം. കാരണം ഇന്ത്യയുടെ മറ്റൊരു സംസ്ഥാനം പോലെയല്ല കേരളം. ഒരുപാട് വിഭിന്നമാണ്, ഒരുപാട് വ്യത്യസ്തമാണ്. സാക്ഷരതയിലും ആയുർദൈർഘ്യത്തിലും വികസനത്തിലും എല്ലാം കേരളം ഒന്നാമതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന ഈ ദൗത്യത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രബുദ്ധം എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടത് തികഞ്ഞ ഉത്തരവാദിത്വ ബോധ്യത്തോടെ ആയിരിക്കണം. 18 വയസ്സ് ഒരുപാട് വഴിത്തിരിവുന്ന പ്രായം, ഒരുപാട് അവകാശങ്ങൾ ലഭിക്കുന്ന പ്രായം, ചിന്താഗതികൾ ശക്തമാകുന്ന പ്രായം, ഡ്രൈവിംഗ് ലൈസൻസും വോട്ടർ ID കാർഡും ഒക്കെ കിട്ടി ഒഫീഷ്യലി അഡൽട്ട് ആവുന്ന പ്രായം പൂർത്തിയാവുന്ന പ്രായം. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷക്കാലം ഞാൻ ഭയങ്കര ശ്രമത്തിലായിരുന്നു. എങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഈ ഒരു പരമാധികാര അവകാശം രാജ്യത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെ കുറിച്ച്, ആർക്ക് കൃത്യമായി വോട്ട് രേഖപ്പെടുത്താമെന്നതിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ രീതിയിലൊരു റിസർച്ച് ഒക്കെ നടത്തുകയായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് വായിച്ച്, രാഷ്ട്രീയ കക്ഷികളെ കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് ആർക്ക് കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്താമെന്ന്. കാരണം വോട്ട് ഒരു ആയുധമാണ്. ഓരോ വോട്ടും ശക്തമാണ്. നമുക്ക് പാഴാക്കി കളയാൻ ഒരു വോട്ട് പോലും ഇല്ല. തമാശയായി വോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഒരു വോട്ടിന് പോലും ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ ഉള്ള ശക്തിയുണ്ട്. പാഴാക്കി കളയുന്ന വോട്ടുകൾ നമ്മൾ പാഴാക്കി കളയുന്ന പ്രതികരണങ്ങളാണ്. വരുന്ന ഒക്ടോബറിൽ പ്രതീക്ഷിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. ഭാരതത്തിന്റെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്ഥാപനങ്ങൾ വളരെ പ്രസക്തമാണ്. കാരണം ജനങ്ങളോട് ഏറ്റവും കൂടുതൽ അടുത്തായിരിക്കുന്ന ഭരണ സംവിധാനം തദ്ദേശ സ്ഥാപനങ്ങളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പില് മുഖ്യ ലക്ഷ്യം അതത് പഞ്ചായത്തിന്റെയോ നഗരസഭയുടെയോ മഹാനഗരത്തിന്റെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് തന്നെയായിരിക്കണം. അവിടെ കക്ഷി താല്പര്യത്തെക്കാൾ ഉപരിയായി മുൻകാല പ്രവർത്തനങ്ങളുടെ അനുഭവവും തദ്ദേശീയമായ താല്പര്യങ്ങളുമാണ് പരിഗണിക്കപ്പെടേണ്ടത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഓരോ ജനപ്രതിനിധിയുടെയും സ്ഥാനാർത്ഥിയുടെയും യോഗ്യത, വിദ്യാഭ്യാസ നിലവാരം, ആദർശ ദൃഷ്ടി എന്നിവയാണ് കൂടുതൽ ശക്തമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട ഗുണങ്ങൾ. ഒരു കാര്യം കൂടെ വോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ B.R. അംബേദ്കർ നിയമനിർമ്മാണ സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്, ആരെങ്കിലും ചെയ്തു തന്ന ഉപകാരത്തിന് നന്ദി വാക്കായി ചെയ്യേണ്ട ഒന്നല്ല വോട്ട്. അങ്ങനെ ചെയ്താൽ അത് രാഷ്ട്രീയ വ്യഭിചാരമായിരിക്കും. സംസ്ഥാനത്തിന്റെയോ പഞ്ചായത്തിന്റെയോ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ നമുക്ക് ചെയ്തു തരുന്നത് അവകാശമാണ്, കടപ്പാടല്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ സ്ഥാനാർത്ഥികൾക്കോ ജനപ്രതിനിധികൾക്കോ വോട്ട് ചോദിച്ചാലും വോട്ട് ചെയ്താലും അത് തീർത്തും അധാർമികമാണ്.
രാജ്യസുരക്ഷയും പുരോഗതിയുമായിരിക്കണം നമ്മുടെ അടിസ്ഥാന മാനദണ്ഡങ്ങൾ. നമ്മുടെ ഒരുപാട് പൂർവികർ കൊതിച്ച അവകാശമാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഈ വോട്ടവകാശം. അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാം. ഒരുപാട് വലിയ നിരയുള്ള വാഗ്ദാനങ്ങളുമായി നേതാക്കന്മാർ നമ്മുടെ അടുത്തെത്തും. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് സ്ഥാനാർത്ഥികൾ ജനപ്രതിനിധികളായി മാറിക്കഴിയുമ്പോൾ 1-2 വർഷത്തിനൊക്കെ ശേഷം അവര് പല വാഗ്ദാനങ്ങളിൽ നിന്നും വിഭിന്നമായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ തീർത്തും നിസ്സഹായ അവസ്ഥയാണ് നമ്മൾ വോട്ടർമാർ നേരിടേണ്ടത്. അതുകൊണ്ട് തന്നെ ഭാരതം പോലൊരു വലിയ ജനാധിപത്യ രാജ്യത്തിൽ റീകോൾ പോലൊരു വ്യവസ്ഥ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റീകോൾ വ്യവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി അല്ല നിൽക്കുന്നതെന്ന് തോന്നിയാൽ അവരെ റീകോൾ ചെയ്യാൻ, തിരിച്ചു വിളിക്കാനുള്ള അവകാശം നമുക്ക് ലഭിക്കും. അത്തരമൊരു വ്യവസ്ഥയ്ക്കായി നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 5 വർഷത്തിൽ ഒരിക്കൽ ലഭിക്കുന്ന വോട്ട് അവകാശമല്ല ഒരു ജനാധിപത്യ രാജ്യത്തില് ജനങ്ങൾക്കുള്ള അവകാശം. അതിനും അപ്പുറത്തേക്ക് ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. നമ്മളൊരു സിവിൽ സൊസൈറ്റിയുടെ ഭാഗമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ജനങ്ങളാണ്. കൃത്യമായ അഭിപ്രായം മുൻകൂട്ടി വെക്കുവാൻ ജനപ്രതിനിധികളോട് വളരെ ആരോഗ്യപരമായി ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. അത്തരത്തിൽ ജനാധിപത്യ ബോധ്യമുള്ള ജനങ്ങളായിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഉയർന്ന പോളിംഗ് ശതമാനം ഏതൊരു നാടിന്റെയും ജനാധിപത്യ ബോധ്യത്തിന്റെ പ്രതിഫലനമാണെന്നിരിക്കെ അതിലെ റെക്കോർഡ് തീർക്കാൻ കേരളത്തിന് സാധിച്ചേ തീരൂ. 100% തന്നെ നമുക്ക് ശ്രമിക്കാം. അതുപോലെ ഈ ഒരു ജനാധിപത്യത്തിന് രാജ്യത്തോടും നമ്മളോട് തന്നെയുമുള്ള ഈ ഒരു വലിയ കടപ്പാട് നമുക്ക് പൂർണ്ണമായും മുൻപോട്ട് വെക്കാം. കാത്തിരുന്ന നാളുകൾ എത്തിക്കഴിഞ്ഞു. ഒരുപാട് നമ്മുടെ കാത്തിരുന്ന നാളുകളെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ പതിഞ്ഞ മഷിയടയാണ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ കൊടി വാനോളം ഉയർത്താൻ നമുക്ക് ഏവർക്കും സാധിക്കണം. ഞാൻ എന്നെ ഇവിടെ ക്ഷണിച്ച ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട ആലപ്പുഴ ഡിസ്ട്രിക്ട് കളക്ടർ അഞ്ജന നാഥർ, അതുപോലെ തന്നെ ഞങ്ങളുടെ ആലപ്പുഴ ഡിസ്ട്രിക്ട് റൈഫിൾ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ് മാമിന് ഞാൻ ഒരുപാട് സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ വോട്ടേഴ്സ് ഡേയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. വൺ ഓഫ് ദ സ്ട്രോങ്കസ്റ്റ് ഓഡിയൻസ് ആയ ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്ത ദിവസമാണ് ഇന്ന്, ജാനുവരി 25. വോട്ടേഴ്സ് ഡേയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.